Hello, welcome to this Peppercandy. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് റസ്മലൈ ജാർ കേക്ക്. ഇതിൻ്റെ കൂടെ തന്നെ ഈസി ആയിട്ട് റസ്മലൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കാദ്യം റസ്മലൈ ഉണ്ടാക്കാം. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാവും. ഷുഗർ സിറപ്പ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് റസ്മലൈയിലിടാനുള്ള അമാലായി ബോൾസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ പനീറാണ് എടുത്തിരിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രോസൺ പനീറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രഷ് മിൽക്ക് കേർഡിൽ ചെയ്തിട്ട്, അതായത് നാരങ്ങാ നീരോ വിനാഗിരി ഒഴിച്ചൊന്ന് കേർഡിൽ ചെയ്തിട്ട് അത് അന്ന് അതിനകത്തു നിന്നുള്ള വെള്ളം എല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സാധാ പനീർ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ. പക്ഷേ ഇത് എളുപ്പത്തിനായിട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച പനീറാണ് എടുത്തിരിക്കുന്നത്. ഈ 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊന്ന് ഫ്രോസൺ ആണല്ലോ, അപ്പോൾ വെള്ളത്തിലിട്ട് അതൊന്ന് ഐസൊക്കെ പോയതിന് ശേഷം അതിനകത്തുള്ള വെള്ളം മുഴുവൻ സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ട് എടുക്കണേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രംബിൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇടുന്നുണ്ട് ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാനായിട്ട്. അത് കൂടാതെ 1 ടീസ്പൂൺ റവ ഒരു ടെക്സ്ചർ ആഡ് ചെയ്യും കേട്ടോ, അതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച്, അതായത് പാം ഉപയോഗിച്ചോ അതല്ലെങ്കിൽ നല്ലൊരു സ്പൂൺ ഉപയോഗിച്ചോ അത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, നീഡ് ചെയ്തെടുക്കുക. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല റവയും കോൺഫ്ലവറും എല്ലാം നന്നായി ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് വരണേ. നന്നായി ഇത് നീഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടെക്സ്ചറിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു വലിയ മലായി ബോൾ കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈക്വലായിട്ട് ഒരു ടേബിൾ സ്പൂൺ എന്തെങ്കിലും വെച്ച് ഒന്ന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. അറൗണ്ട് ഒരു 12 പീസ് വരെ ഈ ഒരു 200 ഗ്രാം പനീർ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഓരോ പോർഷനും നന്നായി റൗണ്ട് ഷേപ്പിൽ, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷേപ്പിൽ ആക്കിയെടുക്കുക. ഇത് ഒന്നും കൂടെ നമ്മൾ ഷുഗർ സിറപ്പിൽ ഇടുമ്പോൾ ഇതൊന്നും കൂടെ വലുതാവേ. ഇനി ഇത് ഓരോന്നായിട്ട് നമ്മൾ തിളച്ച ഷുഗർ സിറപ്പിലേക്ക് ഇടാം. ഓരോന്നായിട്ട് ഇടണം. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് നമുക്ക് ഒരു പാത്രം വെച്ചൊന്ന് അടച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് തന്നെയാണ് നമ്മുടെ രസഗുളയും. രസഗുളയ്ക്ക് ഒരു ബോൾ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഇത് നമ്മളൊന്ന് ഫ്ലാറ്റൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് മിക്സ്ചർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാലിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അറൗണ്ട് 1/2 കപ്പിൽ കൂടുതൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി രസഗുള അതിൽ പഞ്ചസാരയുണ്ട്, ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മിൽക്ക് മിക്സ്ചറിലുള്ള പഞ്ചസാര മാത്രം മതി. ഇനി നമുക്ക് പാലൊന്ന് നന്നായി തിളച്ച് വരാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ രസഗുള റെഡി ആയിട്ടുണ്ട് കേട്ടോ. രസഗുള ഷേപ്പ് റീറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് തന്നെ ഐസ് ബോട്ടിലേക്ക് വേണമെങ്കിൽ ഇടാം. അല്പം കാർഡമം പൗഡറും കൂടി ഇട്ടാൽ നമ്മുടെ രസഗുള റെഡി ആയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് റസ്മലായിയുടെ പാല് തിളപ്പിച്ച് എടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സാഫ്രോൺ ഇട്ട് കൊടുക്കാം. അത് മസ്റ്റാണ്. റസ്മലായിൽ സാഫ്രോൺ സ്ട്രാൻഡ്സ് ഇടുന്ന മസ്റ്റാണ്. അത് കൂടാതെ ക്രഷ്ഡ് ആൽമണ്ട്സും പിസ്താച്ചിയോസ് ഇട്ടിട്ടുണ്ട്. ഒരല്പം ഏലക്കാപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി പാല് അതിൻ്റെ നല്ലോണം തിളച്ച് കുറുകി അതിൻ്റെ പകുതിയാവുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ പനീർ ബോൾസ് ഡയറക്റ്റ് ഈ മിൽക്ക് മിക്സ്ചർ ഇല്ലേ, റസ്മലായുടെ നമ്മളിപ്പോൾ ഉണ്ടാക്കി തിളപ്പിച്ചെടുക്കുന്ന മിക്സ്ചറിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പനീർ അതിൽ കിടന്ന് വേണമെങ്കിൽ കുക്കായിക്കോളും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് രസഗുളയുടെ റെസിപ്പിയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു കേട്ടോ. ഇപ്പം നമ്മുടെ പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇനി രസഗുളാസ് ഒരു സെർവിങ് ട്രേയിലേക്ക് മാറ്റിയെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഈ പാൽ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രസഗുള മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഐസ് വാട്ടറിലേക്ക് ഇത് മാറ്റുക കേട്ടോ. രസഗുള ഓരോ പീസും റസ്മലായി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനിത് പതുക്കെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ സെർവിങ് ഡിഷിലേക്ക് മാറ്റണം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ഈ മിൽക്ക് മിക്സ്ചർ ഒഴിച്ചതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പിട്ട് അടച്ചിട്ട്, അതായത് തണുക്കുമ്പോൾ ക്ലിംഗ് റാപ്പിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. ഒരു 8 മണിക്കൂറെങ്കിലും തണുപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഈ രസ്മലായി
ആ ഫ്ലേവർ എല്ലാം അത് വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്യും, ഓരോ രസഗുളയും അബ്സോർബ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് രസ്മലായി ആവുന്നത് കേട്ടോ. ഇതൊന്ന് കുറച്ച് റിജിഡ് ആവും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോൾ. നമുക്ക് ജാർ കേക്ക് ഉണ്ടാക്കാനായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സ്ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീം ആ ബ്ലേഡിൻ്റെ ഉള്ളിൽ കുടുങ്ങുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മൾ രസ്മലായി ജാർ കേക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതായത് മിൽക്ക് ഇതിനകത്തേക്ക് മിൽക്ക് മിക്സ്ചർ ഒരു ടീസ്പൂണോ നിങ്ങളുടെ ഫ്ലേവറിന് ആവശ്യത്തിനനുസരിച്ച് ഒന്നൊഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കേണ്ട, ചെറുതായിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി. നമ്മൾ വേറെ ഫ്ലേവറിങ് ഏജൻ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കാരണം അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ജാർ കേക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു വെനില സ്പഞ്ച് കേക്കാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ആദ്യം നമുക്ക് മിൽക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് സ്വേൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബേസായിട്ട് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെമി സർക്കിളായിട്ട് കട്ട് ചെയ്ത സ്പഞ്ച് കേക്കാണ്. നമുക്ക് സർക്കിളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ജാറിൽ കയറാൻ വേണ്ടിയാണ് സെമി സർക്കിളായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ ക്രംബിൾ ചെയ്ത് വിടാം, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് വെക്കുമ്പോൾ സ്ലൈസായിട്ട് വെക്കുമ്പോൾ തന്നെയാണ്. ഇതിന് മുകളിലേക്ക് നമുക്ക് വീണ്ടും മിൽക്ക് മിക്സ്ചർ ഒഴിക്കാൻ. നന്നായിട്ട് സോക്ക് ചെയ്യുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. എല്ലാ സൈഡിൽ നിന്നും ഒഴിച്ചു കൊടുക്കട്ടെ. കേക്ക് നന്നായിട്ട് സോക്ക് ആവണം. ഇനി ഇതിന് മുകളിൽ നമുക്ക് രസ്മലായി ഫ്ലേവേർഡ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് രസ്മലായി വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. രസ്മലായുടെ ഒരു പീസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും സ്പഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മിൽക്ക് മിക്സ്ചർ വീണ്ടും ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് വിപ്പിംഗ് ക്രീമും പിന്നെ പിസ്താഷ്യോയും സാഫ്രോൺ സ്ട്രാൻസും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ജാർ കേക്ക്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്രെൻഡിങ് ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ പ്രൊസീജിയർ തന്നെ നമുക്കൊരു സ്പഞ്ച് കേക്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് രസ്മലായി കേക്കും റെഡിയാവും. ജാർ കേക്കിൽ അസംബിൾ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്പഞ്ച് കേക്കിൽ ചെയ്തെടുത്താൽ മതി. മിൽക്ക് മിക്സ്ചറിന് ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള കേക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഇന്ന് ഞാൻ ഈ ജാർ കേക്കുമായിട്ട് വന്നതിന് പിന്നിൽ ഒരു പ്രത്യേക റീസൺ ഉണ്ട്. ഞങ്ങളുടെ ഫാമിലിയിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ ആണ്. വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആദിൽ മോൻ. ഈ ഒരു കേക്ക് സ്പഞ്ച് കേക്കിൽ, വെനില സ്പഞ്ച് കേക്കിൽ ഞാൻ രസ്മലായിയുടെ മിൽക്ക് മിക്സ്ചർ ഒഴിച്ചുണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. സെയിം ജാർ കേക്ക് അസംബിൾ ചെയ്യുന്ന അതേ രീതിയിൽ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ.